കുറച്ച് നാളായിട്ട് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു ജീവിതത്തിൽ. കാരണം മഴ. അയ്യോ, കുട മറന്നു വെച്ചു ഞാൻ ഒരു സ്ഥലത്ത്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ആഴ്ചയിൽ 3 ദിവസം ലാംഗ്വേജ് ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടി എൻ്റെ ലാംഗ്വേജ് ക്ലാസ് അവസാനിച്ചു. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. കാരണം എനിക്ക് ജോലി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് പിന്നെ അപ്പം തന്നെ വീണ്ടും ക്ലാസ്സിന് പോയി. 3 മണിക്കൂറാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ അങ്ങോട്ട് 1 മണിക്കൂർ ഇങ്ങോട്ട്, അങ്ങനെ മൊത്തം 5 മണിക്കൂർ പോവും. നമ്മൾ ഓൾറെഡി 8 മണിക്കൂർ ഡ്യൂട്ടിയും കഴിഞ്ഞ് ആകെ ഇടയിൽ 1-2 മണിക്കൂർ ഗ്യാപ്പ് കിട്ടുള്ളൂ. കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ മേല് കഴുകുക എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ. അപ്പോൾ തന്നെ ഒരു സമയമാവും. പിന്നെ പിറ്റേ ദിവസം വീണ്ടും നേരത്തെ എണീക്കണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ലാംഗ്വേജ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നല്ലോണം ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കണം എന്നുണ്ട്. എന്നാൽ ഇങ്ങനെ എനിക്ക് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഞാൻ കൂടുതൽ പഠിക്കാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേ അത്ര എഫേർട്ട് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ ഇരിക്കണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ഭയങ്കര സന്തോഷം. പക്ഷേ എക്സാം എനിക്ക് എളുപ്പമുണ്ടായില്ല. എക്സാം ചിലപ്പോൾ ഒന്നുകൂടെ 2ാമത് എഴുതേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നണേ. കാരണം നാട്ടിൽ ഞാൻ ഗോയിത്തയാണ് പഠിച്ചത്. ഗോയിത്തയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളും നമുക്ക് സെപ്പറേറ്റ് എഴുതാൻ പറ്റും. ലേസൺ ആയാലും ഹ്യോറൻ ഷ്രൈബൻ എക്സ്പ്രഷൻ എല്ലാം സെപ്പറേറ്റ് എഴുതണമെങ്കിൽ എഴുതാം. ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് പാസ്സായാൽ മതി. പക്ഷേ ടെൽക്കിൽ ഇവിടെ ഞാൻ ടെൽക്കാണ് എഴുതണത്. അപ്പോൾ ടെൽക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ മൊഡ്യൂളും ഒരുമിച്ച് പാസ്സാവണം. എല്ലാ മൊഡ്യൂളിലും സെപ്പറേറ്റ് പാസ്സാവണം. അന്ന് 4 മൊഡ്യൂളും പാസ്സായാലാണ് നമ്മൾ പാസ്സാവുള്ളൂ. എന്നാലാണ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് ഇവിടുത്തെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് C1 പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കിട്ടിയാൽ നല്ലതാണല്ലോ. ടെൽക്കിൽ തന്നെയാണ് C1 പഠിക്കാൻ പറ്റുക. അപ്പോൾ നാട്ടിൽ ഗോവിത്ത ചെയ്തത് കൊണ്ട് ഇവിടെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ 2 വട്ടം നമുക്ക് ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും 1 വട്ടം കൂടെ എഴുതേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊതുവേ മൊത്തത്തിൽ എനിക്ക് എക്സാം ടഫായിരുന്നു. പിന്നെ എനിക്ക് നന്നായി പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മൊത്തത്തിൽ എല്ലാവർക്കും ടഫായിരുന്നു. അപ്പോൾ എല്ലാവരിൽ ആകെ 2 പേരാണ് കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും ടഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ആൾക്കാർ കൂട്ടുണ്ടാവുന്ന സമാധാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കണത്. എന്തായാലും 2ാമത് എഴുതേണ്ടി വരും. അങ്ങനെ അപ്പോൾ ഈ സന്തോഷത്തിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇനി തൊട്ട് വീഡിയോസ് ഇടാനും എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം ഉണ്ടാവും. പിന്നെ ഇനി തൊട്ട് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ ഉള്ള കണ്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചപ്പോൾ ഞാൻ 2 മാസം കഴിഞ്ഞ് നാട്ടിൽ പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വീഡിയോ ഇടാമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കണേ. പിന്നെ നാട്ടിൽ പോയിട്ട് ഞാൻ 1 മാസമാണ് വെക്കേഷൻ ഉള്ളൂ. പക്ഷെ ഞാൻ കുറേ കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നടക്കുന്ന തോന്നണില്ല, എന്നാലും ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തായാലും കുറച്ച് കാര്യങ്ങൾ എന്തായാലും നടക്കും. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കണേ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. ഈ വീഡിയോസ് കുറേ വരാനുണ്ടല്ലോ. വീട്ടിലെത്തി, അതായത് റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നെനിക്ക് പെയിൻറ്റിങ്സ് ആയതുകൊണ്ട് രാവിലെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നത് കൊണ്ടും ഞാനിന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ വീണ്ടും ഫുഡ് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു, ഇനി ഉണ്ടാക്കണ്ടല്ലോ വേഗം കഴിക്കാമല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നത്. വേഗം വീട്ടിലെത്തിയാൽ വേഗം ഫുഡ് കഴിക്കാം, വേഗം കിടക്കാം, അതായിരുന്നു എൻ്റെ മൈൻഡ്. നമുക്ക് ചോറ് കഴിക്കാം. ഇങ്ങനത്തെ ഒരു ചെറിയ കുട്ടി പ്ലേറ്റാണ് ഇത്. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള പ്ലേറ്റ്സിൽ കഴിക്കാനാണ് ഇഷ്ടം. നാട്ടിൽ നല്ല കുഞ്ഞിലേ തൊട്ടിട്ട് എനിക്കൊരു സ്റ്റീലിൻ്റെ ഒരു മുന്തിരി പ്ലേറ്റ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു പ്ലേറ്റ്. അതിൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അച്ഛൻ കുഞ്ഞിലെ തൊട്ട് എപ്പോഴും എല്ലാ ദിവസവും അച്ഛൻ വാരിത്തരാ ചെയ്യാനുണ്ടാവുക, എല്ലാ ദിവസവും. അപ്പോൾ
എൻ്റെ ഈ മുന്തിരി പ്ലേറ്റ് എൻ്റെ അച്ഛനൊരു ഇമോഷനുള്ള ഒരു സംഭവമായിരുന്നു. എന്നിട്ട് അച്ഛൻ എപ്പോഴും പറയും, കല്യാണം കഴിഞ്ഞാൽ നീ മുന്തിരി പ്ലേറ്റ് കൊണ്ടുവരരുത്, അതെനിക്ക് വേണം, അങ്ങനെ പറയുമ്പോഴേക്കും പാവം കണ്ണൊക്കെ നിറയും. അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിൽ കഴിക്കാനാണ് എനിക്ക് പണ്ടിലെ തൊട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ ഓൾറെഡി ചോറും കാണാൻ പറ്റുന്നില്ല, ചോറ് കട്ട പിടിച്ച് ഗൈസ്. ഇതേത് യെസ്, ചിക്കൻ കറി ഭയങ്കര യമ്മി ആയിട്ടുണ്ട്. പിന്നെ ഒരു റെസിപ്പിയും ഇല്ലാണ്ട് വെറുതെ കയ്യിലപ്പം കിട്ടിയ മസാലകളും പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രത്യേകിച്ചൊരു നിയമം നോക്കാണ്ട് വെറുതെ ഉണ്ടാക്കിയൊരു ചിക്കൻ കറി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ കൊള്ളാം മനീഷ, അങ്ങനൊരു സംഭവം തോന്നി. അപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് ഇതാണ് ചിക്കൻ കറി. എരിവും എല്ലാം പാകത്തിന്. പിന്നെ സബോള ഇത്തിരി മധുരമുള്ള സബോളയായിരുന്നു. അപ്പോൾ ആ സബോളയുടെ ഒരു ടേസ്റ്റും കൂടെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയിട്ട്. പിന്നെ എനിക്ക് മാത്രമായത് കൊണ്ട് ഞാൻ ഭയങ്കര കറക്റ്റ് അളവിലാണ് ഞാൻ ഫുഡ് വയ്ക്കുക. അതിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റാണ്. എത്ര ഉണ്ടാക്കിയാലും കൂടില്ല കുറഞ്ഞാലും. സാധാരണ എൻ്റെ അച്ഛനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴും നിറച്ച് ഫുഡ് ഉണ്ടാക്കണമെന്നാണ്. അതായത് ഇപ്പം ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ കൊടുക്കണം, ഭക്ഷണം ഇല്ലാണ്ടിരിക്കരുത്, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ടത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പരമാവധി കറക്റ്റ്, ഒന്നില്ലെങ്കിൽ ഞാൻ വെക്കുമ്പോൾ കറക്റ്റ് അളവായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. കൂടുതലുണ്ടായ അവസ്ഥ വളരെ കുറവാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അവർ വരാതൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിലുള്ളൂ. പക്ഷേ പൊതുവേ ഞാൻ ഭയങ്കര കറക്റ്റ് അളവിൽ അല്ലെങ്കിൽ കുറവില്ല ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഇപ്പോൾ ചോറും കഴിഞ്ഞു, ഇത്തിരി എണ്ണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചോറും കഴിഞ്ഞു, കറി ഒരു ലേശമുള്ളൂ. അത് രാവിലെ ടോർട്ടല്ലേൻ്റെ ഒപ്പം കഴിക്കാം. അപ്പോൾ അതൊരു ലേശം എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇന്നത്തെ ഫുഡ് കഴിക്കാം. ഓക്കേ, ഞാൻ ഓൾറെഡി പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ മുന്നേ 1-2 കമൻസ് വന്നിട്ട്, എനിക്കങ്ങനെ കമൻസും പുറത്തുനിന്നുള്ള ആൾക്കാരുടെ കമൻസൊക്കെ വളരെ കുറവാണ് ഉണ്ടാവുക. 1-2 കുട്ടികൾ, 2-1 പേര് ഇങ്ങനെ 1-2 വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പീരിയഡ്സ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് പീരീഡ്സിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. കാരണം കറക്റ്റ് എങ്ങനെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് നടക്കുന്നുണ്ട് ലൈഫിൽ. ഇപ്പോൾ നോർമലി ഒരു വ്ളോഗറായിട്ടുള്ള ആൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കണ്ടൻസുള്ള കുറേ കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും കറക്റ്റായിട്ട് ഇങ്ങനെ വീഡിയോസിൽ കുറേ അടിപൊളിയായിട്ട് സംസാരിക്കാനൊന്നും അത്ര സെറ്റപ്പായിട്ട് അറിയില്ല. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടമാവും, ഇതിന് എത്ര നന്നായിട്ട് സംസാരിക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കുറേ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കാര്യം ചെയ്യണ തിരക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോകും. പിന്നെ ഇതിൻ്റെ ബാക്കി ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അതുപോലത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കൂടുതൽ ഇടാൻ നോക്കാം. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് സ്കിന്നും ഹെയറൊന്നും ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും നോക്കാറില്ല. ഇപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച എത്ര മുടി നമ്മൾ കൈ കൊണ്ട് തൊട്ട മുടിയൊക്കെ കയ്യിൽ കൊഴിഞ്ഞു വരും.
അത്രയും മുടി കൊഴിച്ചിലും ബുദ്ധിമുട്ടാണ്. പിന്നെ സ്കിന്നൊക്കെ ആകെ നാശമാകെ ഡ്രൈ ആയിട്ട്. ഞാൻ സെറാവേൻ്റെ ഒരു മോയ്സ്ചറൈസർ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഡ്രൈനെസ് ഒക്കെ നല്ലോണം കുറവുണ്ട്. എന്നാലും മുഖത്ത് ഇങ്ങനെയുള്ള ഒരു ഡൾനെസ്സും പാടുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒട്ടും സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പാടുകളും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പിന്നെ പോർസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്യും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. പിന്നെ ഞാൻ കഴിഞ്ഞ മാസത്തിൽ സെറാവേൻ്റെ മോയ്സ്ചറൈസറും അണ്ടർ ഐ ക്രീമും ഫേസ് വാഷും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് വാഷും മോയ്സ്ചറൈസറും എനിക്ക് അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സ്കിന്നിന് ഭയങ്കര ഒരു അടിപൊളി സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ അണ്ടർ ഐ ക്രീം ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര കറുപ്പ് കണ്ടു. അണ്ടർ ഐ ക്രീം ഞാൻ പരട്ടിയിട്ട് ഞാൻ 1 വീക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്തു. പക്ഷെ ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ ഞാൻ പരട്ടുമ്പോൾ എൻ്റെ ഐ ലാഷസ് നല്ലോണം കൊഴിയുക. ഇപ്പോൾ ഡെയിലി 2-3 ഒക്കെ ഫസ്റ്റ് ദിവസം. പിന്നെ ഒരു ദിവസം 5-6 ഐ ലാഷ് വരെ ഇങ്ങനെ കൊഴിഞ്ഞു വരണുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയിട്ട് പിന്നെ ഞാനത് നിർത്തി വെച്ചേക്കാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ വെറും മോയ്സ്ചറൈസർ മാത്രം കണ്ണിൻ്റെ അവിടെ വെച്ച് നോക്കി. അപ്പോൾ അതിൽ കുഴപ്പമില്ല. പക്ഷെ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാത്തതായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. അപ്പോൾ അതെനിക്കൊരു പരാജയമായിട്ട് തോന്നിയത്. എനിക്ക് ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ലാഷസ് ഇങ്ങനെ കൊഴിയണ കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാണ്ടായി. ഇപ്പോൾ ഞാൻ പരമാവധി ലാഷസ് തട്ടാതെ ഇവിടെ മാത്രം ആക്കി നോക്കി. എന്നാലും നമ്മളിപ്പോൾ ഞാൻ രാത്രി യൂസ് ചെയ്യുന്ന കിടക്കാൻ നേരത്തൊക്കെ കണ്ണിലൊക്കെ ഇവിടെയൊക്കെ തട്ടിയിട്ടാണ് എങ്ങനെയാണെന്ന് അറിയില്ല, നല്ലപോലെ ലാഷസ് കൊഴിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പം അത് യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ. ഇതെനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ലല്ലോ. അതോ പൊതുവെ അങ്ങനെയാണോ, ഈ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണോ അതോ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ എന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 മണിക്കൂർ പോസ്റ്റാണ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇവിടെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്യാനാവണു. അപ്പോൾ വല്ല വെറുതെ ഒന്ന് ഏതെങ്കിലും ഷോപ്പൊക്കെ കയറി നാട്ടിലേക്ക് പോകുമ്പോൾ മേടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് തപ്പി നോക്കാം. വല്ല ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ നടക്കണേ. അപ്പോൾ 9 മണി 9:30 ആകുമ്പോഴാണ് അക്ഷയ വരിക. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്കൊരു സ്റ്റോപ്പേ ഉള്ളൂ. ബെനോഫിറ്റ് പോയി ഇതാക്കാം, അവളെ കൊണ്ടുവരാം. ഇപ്പോൾ സമയമുണ്ട്. ഞാനിപ്പോൾ HBF എത്തിയിട്ടുണ്ട്. 1 മണിക്കൂറിന് മുകളിൽ ഞാനിനി ഇവിടെ പോസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അക്ഷയ അവൾ വരികയാണല്ലോ എൻ്റെ അടുത്തേക്ക്. അയ്യോ ഞാൻ പറഞ്ഞില്ല അല്ലേ, എൻ്റെ ഫ്രണ്ട് അക്ഷയ എൻ്റെ അടുത്തേക്ക് വരികയാണ് 1 മാസത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടേക്ക്. അപ്പോൾ ഇപ്പോൾ 8 മണി ആയിട്ടുള്ളൂ. ഇവൾ വരുമ്പോൾ 9 മണി 9:30 അടുത്താവും. അപ്പോൾ ഇത്ര സമയം ഞാനിവിടെ പോസ്റ്റാണ്. അല്ല അക്ഷയ നല്ല ഫോട്ടോ ലൈറ്റ് പോയി.
അത് ഇടാം. അപ്പോൾ ഒരു വീഡിയോ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. വണ്ടർഫുൾ ചിക്കൻ കറി. അതിൻ്റെ പൂരി. യെസ്, തിളക്കാത്തതുപോലെ ജസ്റ്റ് ചേട്ടാ വീഡിയോ എടുക്കുമ്പോഴാണ്. ഒരു ഹായ് പറയൂ. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറയൂ. ചേട്ടാ അങ്ങനെ ചെയ്യോ? കാര്യത്തിൽ തെറ്റില്ല. എക്സ്പ്രസ് VPN, നോഡ് VPN. ഞാനും അക്ഷയും കൂടി അക്ഷയുടെ ഷൂളയിൽ പോയി നമ്മൾ രജിസ്റ്ററൊക്കെ ചെയ്തു. പേപ്പറൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലിഡിലേക്ക് പോവാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല അക്ഷയ? അക്ഷയ്ക്ക് നാണം വരുന്നു, അതുകൊണ്ട് എനിക്ക് നാണം വരുന്നു. അപ്പോൾ നമ്മൾ ഇനി ലിഡിലിൽ പോയിട്ട് പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്നാണ് പ്ലാൻ. ഇവൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോവും. ഇവൾക്ക് വയ്യെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോയില്ല, ഞാൻ ഒറ്റയ്ക്ക് പോവും. ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ പാവം കുട്ടി ഇവിടെ വന്നിട്ട് ഫോട്ടോസൊന്നും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാത്ത വിഷമത്തിൽ ഇങ്ങനെ നമ്മൾ നിറഞ്ചും പുറഞ്ചും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇപ്പോഴത്തെ ഒരു വിശേഷം. അപ്പോൾ ഞാനിത് ഒരാഴ്ചത്തെ മൊത്തം വീഡിയോസൊക്കെ ചേർത്ത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ഇടാൻ പോണത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ അവിടുത്തെ ലിഡിൽ. ഈ ലിഡിലിൽ നിന്നാണ് നമ്മൾ പ്രശ്നങ്ങൾ മേടിക്കൽ. നമ്മളിവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ പൊതുവെ മേടിക്കാറ്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇതാണ് അക്ഷയ, അവശയായ അക്ഷയ.